സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലഘട്ടത്ത് ഒരു വീഡിയോ കാണാനിടയായി. അത് ഇപ്രകാരമായിരുന്നു: ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും. അധ്യാപകൻ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാം വളരെ സ്നേഹിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഒരു കുട്ടി മാത്രം ലേറ്റായി വരുന്നുണ്ട് ക്ലാസ്സിൽ. അത് അദ്ദേഹത്തെ ഒത്തിരി വിഷമിപ്പിച്ചു. പലപ്പോഴായിട്ട് അദ്ദേഹം ആ വിദ്യാർത്ഥിയെ ശിക്ഷിക്കാറുണ്ട്. പലപ്പോഴും കൈകളിൽ ചൂരൽ കൊണ്ട് അടിച്ചിട്ടാണ് ശിക്ഷിക്കാറുള്ളത്, പല ദിവസങ്ങളായിട്ട്. അതല്ലെങ്കിൽ ഒരു സ്കെയിൽ കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ശിക്ഷിച്ചിട്ടാണ് ആ കുട്ടിയെ ക്ലാസ്സിലോട്ട് കയറ്റാറുള്ളത്. എന്നാൽ ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിനൊക്കെ മുമ്പ് നടന്നു വരുമ്പോൾ ഈ വിദ്യാർത്ഥിയെ കാണുകയാണ്. ഈ വിദ്യാർത്ഥിയുടെ വീട് കാണുകയാണ്. നോക്കുമ്പോൾ വീൽ ചെയറിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ ആ കുട്ടി ശുശ്രൂഷിക്കുകയാണ്. ആ കുട്ടിക്ക് പിതാവില്ല. പിതാവിനെ ആ വീട്ടിൽ അമ്മ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. അങ്ങനെ ആ കുട്ടി അമ്മേനെ ശുശ്രൂഷിച്ചതിന് ശേഷമാണ്, വീട്ടുജോലികൾ ചെയ്തതിന് ശേഷമാണ് ക്ലാസ്സിലോട്ട് വരുന്നത്. ഇത് കണ്ടപ്പോൾ അധ്യാപകൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അധ്യാപകൻ ഒത്തിരി വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ പതിവ് പോലെ കുട്ടി വീണ്ടും ലേറ്റായി വന്നു. അധ്യാപകൻ്റെ മുമ്പിൽ കൈ നീട്ടി. അധ്യാപകൻ ശിക്ഷിക്കുന്നതിന് പകരം ആ കൈ ചുംബിക്കുകയാണ് ചെയ്തത്. ഇതൊരു എന്നെ വളരെ സ്പർശിച്ച ഒരു സ്റ്റോറിയാണ്, ഒരു വീഡിയോ ആണ്. ഇത് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ വ്യക്തികളെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാഷ. ഇതുപോലെയാണ് സ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുക എന്നുള്ളതാണ് സ്നേഹം. അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സ്നേഹം. ഇതുപോലൊരു സ്നേഹത്തിൻ്റെ കഥയാണ് ബൈബിളിലുള്ളത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനവും ഉത്ഥാനവും ഒക്കെയാണ് ക്രിസ്തു നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. ക്രിസ്തു ഒരു മനുഷ്യന് താങ്ങാവുന്നതിൽ ഏറ്റവും വലിയ വേദനയാണ് ക്രിസ്തു അനുഭവിച്ചത്. ക്രിസ്തുവിൻ്റെ കൈകളിൽ 3 ആണികളാൽ 2 കൈകളും 2 കാലുകളും തറച്ചപ്പോൾ ക്രിസ്തു അനുഭവിച്ച വേദന നമുക്ക് ഊഹിക്കാം. ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ പുതിയൊരു രൂപം ക്രിസ്തു നൽകുകയാണ്. ക്രിസ്തു ആരെയും വെറുത്തില്ല, ആരോടും പിറുപിറുത്തില്ല, പരാതി പറഞ്ഞില്ല, നിശബ്ദനായി സഹിച്ചു. കൂടാതെ തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണരൂപം ഇവിടെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. വിശുദ്ധ അൽഫോൺസ് ലിഗോറി ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. ഈശോയെ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ എൻ്റെ ഹൃദയം നിന്റെ കുരിശിനോട് ചേർത്ത് ആണിയിൽ തറയ്ക്കണമേ എന്ന് പറയുന്നത് വിശുദ്ധ അൽഫോൺസ് ലിഗോരി. പ്രിയമുള്ളവരെ, ഈ ഒരു പീഡാനുഭവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപമാണ്, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപമാണ് അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടതും കുരിശിൽ കിടന്നു മരിച്ചതും. നമുക്ക് ആ സ്നേഹത്തിൽ പങ്കുപറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.